ഇപ്പോൾ ഭരണഘടനാ ദിനമാണെന്ന് ഇതിൻ്റെ ആഘോഷം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പാർലമെൻറ്റ് സെൻട്രൽ ഹാളിലാണ് ആഘോഷം നടക്കുക. അതിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കൊപ്പം അല്പം നിമിഷങ്ങളിലേക്കും ബൽറാം നെടുങ്ങാടി കൂടി ചേരും. ബൽറാം, ഇന്നത്തെ ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? SKN 75-ാം ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് വൻ ആഘോഷ പരിപാടികളാണ് ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാന പരിപാടി നടക്കുന്നത് പഴയ പാർലമെന്റ് കെട്ടിടത്തിന്റെ സെൻട്രൽ ഹാളിലാണ്. ഈ സെൻട്രൽ ഹാളിൽ രണ്ട് സഭകളുടെയും സംയുക്ത സമ്മേളനം ചേർന്നിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ പാർലമെന്റ് കെട്ടിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടാതെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ ചേർന്ന് സ്വീകരിച്ച് ആനയിക്കുകയാണ് ഈ സെൻട്രൽ ഹാളിലേക്ക്. അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഷ്ട്രപതി സെൻട്രൽ ഹാളിലെത്തും. അതിനുശേഷം ഈ ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി സംസാരിക്കുന്നുണ്ട്. 3 പേർ മാത്രമായിരിക്കും ഇന്നത്തെ ഈ സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുക. സ്വാഗത പ്രസംഗം നടത്തുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ സംസാരിക്കും. പിന്നീടാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധന പ്രസംഗം ഉണ്ടാകുക. ഇതോടൊപ്പം തന്നെ ഈ ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പുസ്തകങ്ങൾ, അതായത് മൈഥിലി, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ഭരണഘടനയുടെ പതിപ്പുകൾ ഈ ചടങ്ങിൽ വെച്ച് പുറത്തിറക്കും. ഭരണഘടനാ ദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്യുന്നുണ്ട് ഈ ചടങ്ങിൽ. കൂടാതെ ഭരണഘടനയുടെ പ്രസക്തി ഉൾപ്പെടെയുള്ളവ വിശദമാക്കുന്ന ചിത്ര പ്രദർശനം ഈ ചടങ്ങിൽ ഉണ്ടാകും. ഈ ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും. രാഷ്ട്രപതി ഇപ്പോൾ സെൻട്രൽ ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സെൻട്രൽ ഹാളിൽ സന്നിഹിതരായ 2 സഭകളിലെയും അംഗങ്ങൾ രാഷ്ട്രപതിയെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ആനയിക്കുകയാണ്. രാഷ്ട്രപതിയെ വണങ്ങുകയാണ്. രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് രാഷ്ട്രപതി എത്തും. 2 സഭകളുടെയും അംഗങ്ങൾ പൂർണ്ണമായും ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി സന്നിഹിതരാണ്. കഴിഞ്ഞ ദിവസം ചെറിയ വിവാദങ്ങൾക്ക് ഈ ചടങ്ങ് വഴിവെച്ചിരുന്നു. ഈ ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനായി 2 സഭകളുടെയും പ്രതിപക്ഷ നേതാക്കളെ കൂടി പ്രസംഗിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം കത്ത് നൽകിയിരുന്നു 2 സഭകളിലെയും സ്പീക്കർമാർക്ക്. തുടർന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ ചടങ്ങിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കർ മാത്രമായിരിക്കും സംസാരിക്കുക എന്നും, എന്നാൽ വേദിയിൽ പ്രധാനമന്ത്രി 2 സഭകളുടെയും പ്രതിപക്ഷ നേതാക്കൾ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്ക് വേദിയിൽ ഇരിക്കാൻ അവസരമുണ്ടാകുമെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ ചടങ്ങുമായി സഹകരിക്കാൻ പ്രതിപക്ഷം പിന്നീടാണ് തീരുമാനിച്ചത്. ചടങ്ങുകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സെൻട്രൽ ഹാളിലെ ഈ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങാണ് പഴയ പാർലമെന്റ് കെട്ടിടത്തിലെ സെൻട്രൽ ഹാളിൽ ഇപ്പോൾ ചേരുന്നത്. SKN പഴയ പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഡ്രാഫ്റ്റ് അംഗീകരിച്ച ദിവസമാണ് നവംബർ 26. ലോകത്തിന് മാതൃകയായ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷങ്ങളാണ് ഡൽഹിയിലെ സെൻട്രൽ ഹാളിൽ ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരെല്ലാം തന്നെ, പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ഭരണഘടന തന്നെയാണ്. മനുഷ്യൻ്റെ പരമമായ സ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും കോടതി സംരക്ഷിച്ചു കൊടുക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. മാത്രമല്ല, ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കായി തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന ആമുഖമുള്ള പ്രിയാമ്പിളുള്ള ഭരണഘടന കൂടിയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്ന് നടപ്പിലായത്. ഈ 75 കൊല്ലം ഭരണഘടന അതിൻ്റെ പ്രവർത്തനം തികയ്ക്കുന്ന ഈ വേളയിലാണ് ഡൽഹിയിൽ ആഘോഷങ്ങൾ നടക്കുന്നത്. അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. यह प्रतीक है सभ्यता के सातत्य का, परंपरा की जुड़ती कड़ियों का और जड़ों से जुड़ने का। और ये हम सभी के लिए बहुत हर्ष और गर्व की बात है कि इस वर्ष देश संविधान को अंगीकार किए जाने की
75वीं वर्षगांठ मना रहा है। നിലവിൽ വന്ന് 75 കൊല്ലം തികയുന്ന ഈ വേളയിലാണ് ഈ ചടങ്ങ് പഴയ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടക്കുന്നത്. വിശിഷ്ടാതിഥികളായി എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അതേപോലെ പ്രതിപക്ഷ നേതാക്കളും എല്ലാം സന്നിഹിതരാണ് വേദിയിൽ. നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഇനിയുള്ള ചടങ്ങ് എന്താണ്? SKN ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രണ്ട് സഭകളുടെയും അധ്യക്ഷന്മാർ എന്നിവർ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യ പരിപാടി എന്നുള്ളത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സ്വാഗത പ്രസംഗം നടത്തും. തുടർന്ന് ഈ ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം വിശദീകരിക്കുന്ന 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനമാണ് ഈ ലോക്സഭാ സ്പീക്കറുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം നടക്കുക. അതിനുശേഷമായിരിക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ സംസാരിക്കുക. ജഗ്ദീപ് ധൻഖറിന്റെ പ്രഭാഷണത്തിന് ശേഷം പിന്നീട് ഭരണഘടനയുടെ 75ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കും. അതിനുശേഷമാണ് പിന്നീട് ഭരണഘടനയുടെ സംബന്ധിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നടക്കുക. ഇതോടൊപ്പം തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള സംസ്കൃതത്തിന്റെ ഭാഷയിലും മൈഥിലി ഭാഷയിലുമുള്ള ഭരണഘടന പ്രകാശനം ചെയ്യുന്ന ചടങ്ങും ഇതിനോട് ശേഷം ഉണ്ടാകും. 11:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളെയും സംയുക്ത സമ്മേളനത്തെ സംസാരിക്കുക. ഈ ചടങ്ങിന് ഏറ്റവും ഒടുവിലായി ഈ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്ന ചടങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 49 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ ഭരണഘടനാ അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സെൻട്രൽ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് സുപ്രീം കോടതിയിലും ഭരണഘടന അംഗീകരിച്ചതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങിൽ, സുപ്രീം കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ സംസാരിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരികമായ ചടങ്ങാണ് ഇപ്പോൾ പഴയ പാർലമെന്റ് കെട്ടിടത്തിന്റെ സെൻട്രൽ ഹാളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സ്വാഗത പ്രസംഗം നടത്തുകയാണ് ഇപ്പോൾ. SKN पूरी गरिमा और मर्यादा से अपनी सहमति असहमति व्यक्त करते हुए संविधान की रचना की। सार्थक एवं गरिमापूर्ण संवाद की इस उत्कृष्ट परंपरा को हमें अपने सदनों में भी अपनाना चाहिए। हमारा संविधान देश में सामाजिक आर्थिक बदलाव का सुधार रहा है। कर्तव्य काल में हम सामूहिक प्रयासों से विकसित भारत की और मजबूती से आगे बढ़ रहे हैं। इन 75 वर्षों में हमारी संसद के माध्यम से आम जनता के जीवन में सामाजिक आर्थिक परिवर्तन लाए गए हैं, जिससे लोकतंत्र में जनता की आस्था मजबूत हुई है। संविधान ने हमारे तीनों लोकतंत्र के स्तंभों विधायिका, कार्यपालिका और न्यायपालिका को आपसी समन्वय के साथ सुचारू रूप से कार्य करने की व्यवस्था दी है। इन 75 वर्षों में इन तीनों अंगों ने श्रेष्ठता से कार्य करते हुए देश के समग्र विकास में अपनी भूमिका निभाई है। बाबा साहब अंबेडकर जी ने कहा था, हमारा संविधान एक ऐसा दस्तावेज होना चाहिए जो न केवल हमारे देश की स्वतंत्रता और समानता की रक्षा करे, बल्कि हमारे देश के लोगों को एक साथ लाने में भी मदद करे। हमें बाबा साहब अंबेडकर जी के इन्हीं शब्दों से हमारे महान संविधान निर्माताओं के भारतीय समाज के प्रति दृष्टिकोण को समझना चाहिए। हमारा संविधान वसुदेव कुटुंबकम यानी संपूर्ण विश्व एक परिवार है के सिद्धांत का अनुसरण करने की प्रेरणा देता है। संवैधानिक मूल्यों के प्रति हमारी गहरी प्रतिबद्धता है। विश्व पटल पर इसी कारण भारत की छवि बहुत मजबूत हुई है। मैं सभी मान्य सांसदों से आग्रह करूंगा कि वह अपने अपने क्षेत्रों में
संविधान के अंगीकार ലോക്സഭയുടെയും होने के രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനമാണ് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അംഗീകരിക്കപ്പെട്ട 1949 നവംബർ 26 കടന്നുപോയിട്ട് 75 കൊല്ലം തികയുന്ന വേളയിലാണ് ഭരണഘടനാ ദിനം പ്രമാണിച്ച പ്രത്യേക സമ്മേളനം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരെല്ലാം തന്നെ ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടന നടപ്പിൽ വന്നത് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണെങ്കിലും മതേതരമായ സോവറിനിറ്റി നിലനിർത്തുന്ന സെക്യുലറിസ്റ്റായ ഒരു ഭരണഘടന നിലവിൽ അതിൻ്റെ നക്കൽ ഡ്രാഫ്റ്റ് അംഗീകരിച്ച ദിവസമാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ BR അംബേദ്കർ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ 2015 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം ഭരണഘടനാ ദിനമായി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരവായത്. 2015 ഒക്ടോബർ 11 ഈ സംഭവം. വീണ്ടും ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. FKN ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങാണ് ഇപ്പോൾ പാർലമെന്റിന്റെ പഴയ പാർലമെന്റ് കെട്ടിടത്തിന്റെ സെൻട്രൽ ഹാളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സ്വാഗത പ്രസംഗം നടത്തി. തുടർന്ന് ഇപ്പോൾ ഈ ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ചരിത്രം വിവരിക്കുന്ന 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി പ്രദർശനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ഈ ചടങ്ങിൽ രാഷ്ട്രപതി പ്രസംഗം ആരംഭിക്കുമെന്ന് നമുക്ക് മടങ്ങി വരാം.